പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമുക്കിന്ന് 6-ാം ദിവസത്തെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. നൊവേനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥയാൽ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ, എത്രയും ആനന്ദത്തോടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങേ വിളവ് കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല. അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയി നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്ന സുഖപ്പെടുത്തണമേ, രോഗപ്പെട്ട് പൊറപ്പിക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂട് പിടിപ്പിക്കണമേ, വഴിതെറ്റിപ്പോയത് നേർവഴിയാക്കണമേ. അങ്ങിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് 7 വിശുദ്ധദാനങ്ങളും ഫലങ്ങളും വരങ്ങളും നൽകണമേ. ആമേൻ. ആറാം ദിവസം വചനഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈശോ അനുഗ്രഹിക്കണമേ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരിൽ ആദിജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം സമൃദ്ധിയിൽ നൽകാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനോട് നമ്മളിൽ വന്ന് നിറയുവാനായി പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്ന് നിറയണമേ. ദൈവഭക്തി എന്ന ദാനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവപിതാവിനോടുള്ള സ്നേഹം ജനിപ്പിക്കുന്നു. ഈ സ്നേഹത്തെ പ്രതി അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ട സകലരെയും, പരിശുദ്ധ അമ്മയെയും, വിശുദ്ധരെയും, വിശ്വാസികളെയും, സഭയെയും, സഭ അധികാരികളെയും, ഭരണാധികാരികളെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ദൈവഭക്തിയുള്ള ഒരു വ്യക്തിക്ക് ഭക്താനുഷ്ഠാനങ്ങൾ ഒരിക്കലും ഒരു ഭാരമാകുന്നില്ല, മറിച്ച് ആനന്ദപൂരിതമായ അനുഭവമാകുന്നു. ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്ന് നിറയണമേ. ഞങ്ങൾ ദൈവഭക്തിയിൽ ആനന്ദിക്കാനും സമാധാനത്തിൻ്റെ മാധുര്യം അനുഭവിക്കാനുമായി. ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്ന് നിറയണമേ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി എന്നും നിലകൊള്ളാൻ ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്ന് നിറയണമേ. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവഭക്തി ആഴത്തിൽ നിറയാനും എപ്പോഴും ദൈവഹിതം മാത്രം നിറവേറ്റുവാനുമായി ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്ന് നിറയണമേ. ബലഹീനതയിൽ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവിനെ എപ്പോഴും കൂട്ടുപിടിച്ച് ജീവിക്കാനായി ഓ എൻ്റെ ജീവനെ, ഭക്തിയുടെ സ്രോതസ്സേ, എന്നിൽ വന്ന് നിറയണമേ. സമാപന പ്രാർത്ഥന. ഓ എൻ്റെ ദൈവമേ, നന്മയെന്ന പുണ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ വഴി ഞങ്ങൾ അനേകർക്ക് മാതൃകയാകട്ടെ. ഞങ്ങൾ ആർക്കും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാതിരിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധമായ ചിന്തകളാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ എപ്പോഴും നൽകണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മൾ ഓരോരുത്തരിലേക്കും നിറഞ്ഞ്
നമ്മൾ യേശുവിനെ പോലെ ഈ ലോകത്ത് ജീവിക്കാനും നിത്യജീവൻ പ്രാപിക്കാനും പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മളെ ദൈവം ഈ ഒരു പ്രത്യാശയിലേക്കാണല്ലോ വിളിച്ചിരിക്കുന്നത്. തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോടെ അനുരൂപരാക്കുവാനും നമ്മളെ നീതീകരിച്ച് മഹത്വപ്പെടുത്തുവാനും വേണ്ടിയാണല്ലോ നമ്മളെ മുൻകൂട്ടി ദൈവം വിളിച്ചത് ചേർത്തത്. നമ്മൾ ഈ പ്രത്യാശയിലേക്ക് വളരുവാൻ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് അഭിഷേകം ചെയ്യട്ടെ. ആമേൻ. ത്രിയേക ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.